അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ചെമ്മീൻ ബിരിയാണിയാണേ. എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ ഞാനിവിടെ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ഇതിട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് ആ, കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്തെങ്കിലും ഒരു എണ്ണ ഒഴിച്ച് ആ ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് വറക്കാൻ വെക്കാം. അപ്പം അത് വറുത്ത് നല്ലോണം മുരിഞ്ഞ് വരുന്ന സമയത്ത് അതവിടെ സൈഡിലാവട്ടെ, നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം ബിരിയാണിയിലേക്കുള്ള. സോ ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയോ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ഉള്ളി ഇട്ടിട്ട് വഴറ്റി അരിയിട്ട് കൊടുക്കുക. അരിയിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മൂടി വെച്ചും സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അരപ്പിനായിട്ട് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, കുറച്ച് തൈര്, കുറച്ച് തേങ്ങ ഇതിട്ടിട്ട് നല്ലോണം അടിച്ച് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് തക്കാളി ഇടാം. തക്കാളി നല്ലോണം വാടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച അരപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് മസാലയ്ക്കായിട്ട് കാശ്മീരി ചില്ലി, ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം വഴറ്റി അത് സൈഡിലേക്ക് മാറ്റി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ചെമ്മീൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. മസാല റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ദമ്മിടുന്ന പ്രോസസ്സിലോട്ട് പോവാം. നേരത്തെ വെച്ച പോലെ ഒരു വലിയ പോട്ടെടുത്ത് താഴത്തെ ഇതിൽ കുറച്ച് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ആക്കി വെച്ച ഗ്രേവി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാം. റൈസ് ഇടാം, ഗ്രേവി ഇടാം, അതിങ്ങനെ ലെയർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇടുന്നത് കൊറിയാൻഡർ ചോപ്പ് ചെയ്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളി, ഫ്രൈ ചെയ്ത ഉള്ളി ഇടണം. പിന്നെ ഇതിടുന്നത് ഗരം മസാലയാണ്, ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലേക്ക് പിന്നെയും നമ്മുടെ ചെമ്മീൻ്റെ ഗ്രേവിയും അതുപോലെ തന്നെ റൈസും ടോപ്പ് ചെയ്തിട്ട് പിന്നെയും ഫ്രൈഡ് ഓണിയനും കൊറിയാൻഡർ ലീഫ് ചോപ്പ് ചെയ്തതും ഒരു സ്പൂൺ ഗീയും ഇട്ടിട്ട് കവർ ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് വരെ നമുക്കതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ഫ്ലേവേഴ്സ് അതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കിത് സെർവ് ചെയ്തിട്ട് മാറ്റി വെക്കാം. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. സോ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻസിലായിട്ട് അറിയിക്കാം കേട്ടോ.